गुलशन एक वीराने में तुझको पाकर खिलता है, गुलशन एक वीराने में हरियाली छा जाए मन में, हरियाली छा जाए मन में जब करता तेरा दीदार बाबा। ഓം ശാന്തി. നമ്മൾ ആദിദേവൻ ഈ രണ്ടാം ഭാഗം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ചിത്രം എന്താണ്? ആ മഹാഭാരത യുദ്ധകഥ അതിൻ്റെ ചിത്രീകരണം പോലെ മനസ്സിൽ തെളിഞ്ഞു വരികയാണ് ഓരോ ചിത്രങ്ങളും. ശിവബാബ ഭഗവാൻ സാരഥിയായിരുന്നുകൊണ്ട് ബ്രഹ്മബാബയാകുന്ന അർജുനൻ യുദ്ധം ചെയ്യിക്കുകയാണ്. ബാബ യുദ്ധം ചെയ്യുന്നതിന് സാക്ഷിയായ ആളാണ് ജഗദീഷ് ഭായ്. 52 ജ്ഞാനത്തിൽ വന്നതിന് ശേഷം, കാരണം ഇപ്പം നമ്മൾ ഈ രണ്ടാം ഭാഗം കേൾക്കുന്നത് 57 മുതലുള്ള കാര്യമാണല്ലോ. അപ്പോൾ 57 മുതൽ 69 വരെയുള്ള ചരിത്രമാണ് ബ്രഹ്മബാബയുടെ യജ്ഞത്തിൻ്റെ. നമ്മളാരും അത് കണ്ടിട്ടില്ല. പക്ഷേ ജഗദീഷ് ഭായ് വിതുരനെ പോലെ മഹാഭാരത കഥ എങ്ങനെയാണോ ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കണേ, അതേപോലെ നമ്മൾ കുട്ടികൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരികയാണ്. നമ്മൾ മക്കളത് കേൾക്കുകയാണ്. കേൾക്കുമ്പോൾ നമുക്ക് ഓരോ സംഭവങ്ങളും ഓരോന്നിൽ നിന്ന് നമുക്ക് ഓരോ പാഠങ്ങൾ പഠിക്കാനും അന്നത്തെ കാലത്തെയും ഇന്നത്തെ കാലത്തെ കൂടി താരതമ്യം ചെയ്യാനും നമുക്ക് കഴിയും. ഹാപ്പുട്ടിൽ നടന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ കേൾക്കണത്. അവിടെ എങ്ങനെ വിരോധികളായി രാഷ്ട്രീയ നേതാക്കന്മാരും പിന്നെ മറ്റ് മത സംഘടനകളുടെ ഭാരവാഹികളും പുരോഹിതന്മാരും പൂജാരിമാരും എല്ലാവരും ചേർന്ന് ഈശ്വരീയ കാര്യത്തിനെതിരെ ആൾക്കാരെല്ലാം സംഘടിക്കുന്നത് എങ്ങനെയാണ്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ചിത്രം നേരെ തിരിയുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഇന്ന് എവിടെ പോയാലും മെജോറിറ്റി നമ്മൾ കാണുന്നത് അല്ല, എല്ലായിടത്തും നമുക്ക് സഹയോഗമാണ്. എല്ലാവരും നമ്മളെ വിളിക്കുകയാണ്. ബാബ ഇത്രയും ത്യാഗോജ്വലമായി ചെയ്ത ആ സേവനങ്ങൾ, ബാബ ഏറ്റവും നല്ല രീതിയിൽ യജ്ഞസ്ഥാപനയുടെ കാര്യത്തിൽ നടന്ന സംഭവങ്ങളും എതിർപ്പുകളും ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ഹാൻഡിൽ ചെയ്തുകൊണ്ടാണ് ശരിക്കും ഇന്ന് നമുക്ക് എവിടെയാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ബാബയുടെ സേവാ കേന്ദ്രങ്ങൾ തുടങ്ങാൻ ഇങ്ങോട്ട് ഓഫറുകളാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഹാൻഡ്സ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തുടങ്ങുന്നില്ല. എവിടെ പോയാലും ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ഏത് മതത്തിലുള്ളവരാണെങ്കിലും ഏത് മതപുരോഹിതന്മാരാണെങ്കിലും എവിടെ പോയാലും നോക്കൂ, ഇപ്പോൾ എല്ലാവരും എത്ര സ്നേഹവും സഹയോഗവും സപ്പോർട്ടുമാണ് ബാബയുടെ കാര്യത്തിന് അല്ലേ. അപ്പോൾ തുടക്കത്തിൽ സ്ഥാപനയുടെ കാര്യത്തിൽ ബ്രഹ്മ ബാബ ഫേസ് ചെയ്ത ആ ത്യാഗോജ്വലമായ ബാബയുടെയും ബാബയുടെ മക്കളുടെയും ത്യാഗത്തിൻ്റെ ഫലം ഇന്ന് ഭാഗ്യം നമ്മൾ ശരിക്കും പറഞ്ഞാൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇന്നലെ നമ്മൾ ലാസ്റ്റ് വായിച്ചു നിർത്തിയത് എതിർപ്പിൻ്റെ കാര്യത്തിൽ ഇവരെല്ലാവരും കൂടി എങ്ങനെ ചേരുന്നു എന്നുള്ളതാണ്. എരുതിയിൽ എണ്ണയൊഴിക്കും പോലെ ഇവർ പരസ്പരം കുടുംബങ്ങളിൽ വിരോധമുള്ള പുരുഷന്മാർ, ബാക്കി മതസംഘടനയുടെ നേതാക്കന്മാർ, കൂടാതെ രാഷ്ട്രീയ നേതാക്കന്മാർ. കാരണം പറഞ്ഞല്ലോ ആ സമയത്ത് ഇലക്ഷൻ നടക്കാൻ പോകുന്ന സമയമാണ്. അപ്പോൾ അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ രാഷ്ട്രീയ നേതാക്കന്മാരും ഇതിനോടൊപ്പം ചേർന്നു. പിന്നെ അസന്തുഷ്ടരായ തങ്ങളുടെ വികാര വിക്ഷോഭങ്ങൾക്ക് സമ്മതിക്കാതിരുന്ന അമ്മമാരോട് ദേഷ്യം വന്ന പുരുഷന്മാർ, അസന്തുഷ്ടരായ പുരുഷന്മാർ, ഇവരെല്ലാവരും ചേർന്നു. കാരണം രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വരാൻ പോകുന്ന ഇലക്ഷനായിരുന്നു അവരുടെ മുന്നിൽ മുഖ്യ കാര്യം. അങ്ങനെ ഇവരെല്ലാവരും ചേർന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടി.
इधर कुछ धार्मिक संस्थाएं जिनके नियमों में खंडन मंडन भी एक मुख्य नियम है, उनके मंदिर इस विरोध कार्य में खूब बढ़ चढ़कर हिस्सा लेना चाहते थे ताकि वो लोकप्रिय भी हो जाए. അപ്പോൾ ആ സമയത്ത് ഈ കാര്യത്തിൽ ഇടപെടാനും ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാനും വേണ്ടി ഒരു മന്ത്രിക്ക് വളരെയധികം താല്പര്യം വന്നു. കാരണം ധാർമ്മിക സ്ഥാപനങ്ങളുടെ നിയമങ്ങളെ മാറ്റുക, മറിക്കുക, ഇതിലിടപെടുക, അതിലെല്ലാം താല്പര്യമുള്ള ഒരാളുണ്ടായിരുന്നു. കാരണം ഇതിലൂടെ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാൾ. കാരണം തൻ്റെ പേരും പ്രശസ്തിയും മാത്രം ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അടുത്ത മന്ത്രി പദത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഈ കാര്യത്തിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചു. नगर में खूब ही विरोध का कार्य होने लगा और शहर में वातावरण में അങ്ങനെ എതിർപ്പിൻ്റെ അന്തരീക്ഷം വളരെയധികം വർദ്ധിച്ചു. അവിടെ ആൾക്കാർ കൂട്ടായ്മകൾ വിളിച്ച്, സഭകൾ വിളിച്ചു കൂട്ടി ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ തുടങ്ങി. उनके लिए माइक्रोफोन से छपे छपे पर घोषणाएं की गई. മൈക്ക് വെച്ചിട്ട് അനൗൺസ്മെൻറ്റുകൾ നടന്നു. ആലോചിച്ച് നോക്കൂ, എന്തിനെതിരെ? ബാബ വീടിന്, സെൻറ്ററിൻ്റെ പ്രവർത്തനത്തിനെതിരെ. അപ്പോൾ ആ സെൻറ്ററിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സഹോദരിമാരുടെ, അവിടെ താമസിക്കുന്നവരുടെ മനോസ്ഥിതി എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. അവരെല്ലാവരും എങ്ങനെ ആ സെൻറ്ററിൽ ഇരുന്നിട്ടുണ്ടാവും? എങ്ങനെയാണോ ബ്രഹ്മബാബ ഒരേ ഒരു ശിവബാബ എന്ന രീതിയിൽ ഫേസ് ചെയ്തത് സിന്ധിലും ഹൈദരാബാദിലും, അതേപോലെ യജ്ഞത്തിൻ്റെ ഓരോ ബ്രാഞ്ചുകൾ ഓരോ സ്ഥലത്ത് തുടങ്ങിയപ്പോഴും അവിടേക്ക് വന്ന് സഹോദരിമാർ, ദാദിമാർ, ദീദിമാർ അവരെല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ട്. നമ്മളിന്നിപ്പോൾ കേരളത്തിലിരിക്കുമ്പോൾ നമ്മുടെയും മുതിർന്ന സഹോദരിമാർ ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങൾ പറയാറുണ്ടല്ലോ. സെൻറ്ററുകൾ ആരംഭിച്ച സമയത്ത് ഓരോ സ്ഥലത്തും ഫേസ് ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ അവരെല്ലാവരും ഇതേപോലെ ഫേസ് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ. प्रस्ताव पास किए जाने लगे. सरकार को इस विषय में सख्त कार्य करने के लिए सुझाव भेजे गए. ഗവൺമെൻറ്റിനോട് ഈ കാര്യത്തിൽ ഉറച്ച തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് സ്ട്രിക്റ്റായിട്ടുള്ള വാണിങ്ങുകളോട് കൂടിയിട്ട് ലെറ്ററുകൾ സമർപ്പിച്ചു. जनता को साथ देने के लिए कहा गया. नगर के असामाजिक उपद्रवी बदनाम व्यक्तियों को भी साथ मिला लिया गया. ഇതിൽ സർക്കാരിൻ്റെ അടുത്ത് നിയമം കൊണ്ട് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് കൊടുത്തു. ആ സമയത്ത് സമൂഹത്തിലെ വളരെ മോശ രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, നമ്മൾ പറയില്ലേ സമൂഹത്തിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ, ആ രീതിയിൽ ജീവിതം ജീവിക്കുന്ന ഉപദ്രവികളായ ആൾക്കാർ, ഗുണ്ടായിസമൊക്കെ കാണിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരെയും കൂട്ടിച്ചേർത്തു. സേവാ കേന്ദ്രക്കെ ദ്വാർ പർ, എന്നിട്ട് സെൻറ്ററിൻ്റെ മുന്നിൽ ധർണ നടത്തി. അതിന് വേണ്ടിയിട്ട് ഭയങ്കര ആവേശമുള്ള ആൺകുട്ടികളെ ധർണയിൽ പങ്കെടുപ്പിച്ചു. മുഴുവൻ ദിവസവും സെൻറ്ററിന് മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കാൻ. ഉൻ ലോഗോനെ സേവാ കേന്ദ്രയ്ക്ക്. ഇനി അതോടും കൂടി വിരോധികളുടെ ദേഷ്യം തീർന്നില്ല. എന്ത് ചെയ്തു? സെൻറ്ററിലേക്ക് കറണ്ട് സപ്ലൈ ഉണ്ടായിരുന്ന കറണ്ടും വെള്ളവും കട്ട് ചെയ്യിക്കാൻ വേണ്ടി ഗവൺമെൻറ്റിനെ കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു. പിന്നെ വീട് ഉടമസ്ഥർ, ഏത് വീടുകളാണോ വാടകയ്ക്ക് കൊടുത്തിരുന്ന സെൻറ്ററിന്, അതിൻ്റെ ഉടമസ്ഥരെ കണ്ടിട്ട് അവരെ ഭയപ്പെടുത്തി, ഭീഷണിപ്പെടുത്തി വീടുകൾ തിരിച്ചു വാങ്ങിക്കാൻ, കാലിയാക്കിക്കാൻ വേണ്ടി നോട്ടീസ് കൊടുക്കാൻ ആവശ്യപ്പെട്ടു. സാരേ ഷഹർ കെ ലോഗ് ഉസ്ക, എന്നിട്ട് മുഴുവൻ പട്ടണത്തിലുള്ളവരോടും പറഞ്ഞു, ഈ ബ്രഹ്മകുമാരിമാരെ നിങ്ങൾ ബഹിഷ്കരിക്കണം, ഒരാളും സെൻറ്ററിൽ പോകാൻ പാടില്ല. പട്ടണം മുഴുവൻ അനൗൺസ്മെൻറ്റ് ചെയ്തു, ആരും ഇവർക്ക് വീട് കൊടുക്കാൻ പാടില്ല. मकान मालिक की धर्म पत्नी भी नित्य प्रति सेवा केंद्र पर आकर
അപ്പം ആ സെൻറ്ററിൻ്റെ വീട് വാടകയ്ക്ക് എടുത്തിരുന്ന സെൻറ്ററിൻ്റെ ഓണർമാർ, അവിടുത്തെ പത്നിയും ക്ലാസ് കേട്ടിരുന്നു. ആ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥനും ഈ ജ്ഞാനം വളരെ നല്ല കാര്യമാണെന്നറിയാമായിരുന്നു. വോ ശാരീരിക് രീതി പക്ഷേ അവർ രണ്ടുപേരും വൃദ്ധരായിരുന്നു, ശാരീരികമായി ദുർബലരുമായിരുന്നു. और उसके जीवन को हर लेने तक की उसकी धमकी, അവരെ രണ്ടുപേരെയും കൊന്നുകളയുമെന്ന ഭീഷണി വരെ അവരുടെ അടുത്ത് മുഴക്കി ഇവരെല്ലാവരും ചേർന്ന്. തഥാ ഉസേ അവരെ ഇടിക്കുകയെല്ലാം ചെയ്തു. ഇസ്ലേ മസ്ബൂർ ഹോക്കർ ഉസ്നെ, അവസാനം ഈ ഉപദ്രവങ്ങളെല്ലാം സഹിച്ചതിന് ശേഷം അവർ വീട് കാലിയാക്കാനുള്ള നോട്ടീസ് കൊടുത്തു. उसको आतंकित करके विरोधियों ने सेवा केंद्र के द्वार को बाहर से, എന്നിട്ട് ഇത്രയും കലി ഒടുങ്ങാതെ സെൻറ്റർ അവർ പുറത്തുനിന്ന് പൂട്ടി, സിസ്റ്റേഴ്സിനെ ഉള്ളിലിട്ടിട്ട് പുറത്തുനിന്ന് പൂട്ടി. അപ്പോൾ ജഗദീഷ് ഭായ് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഒരു രാജ്യനീതിയാണോ ഇത്? ഒരു രാജ്യത്ത് നടപ്പാകുന്ന നീതിയാണോ ഇത്? ഇതെന്ത് ധർമ്മമാണ്, എന്ത് ആചരണമാണ്, എന്ത് സഭ്യതയാണ് ഈ നാട്ടിൽ? ഭാരതത്തിൽ നടമാടുന്ന കാര്യമാണിത്. भारत के संविधान में तो ये लिख दिया गया कि हर एक नागरिक को अपनी आस्था और अपनी धार्मिक संस्था मान्यताओं के, കാരണം ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ എന്താ എഴുതപ്പെട്ടിരിക്കുന്നത്? ഏത് ഭാരതീയനും അവരവരുടെ ധർമ്മത്തിൽ വിശ്വസിക്കാം, അവരവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ ജീവിക്കാനുള്ള സമ്പൂർണ്ണ അധികാരമുണ്ട് എന്ന ഭരണഘടനയുള്ള രാജ്യത്തിലാണ് ഈ അവസ്ഥകൾ ബാബയുടെ മക്കൾക്ക് നേരിടേണ്ടി വന്നത്. അവരവരുടെ സാധനാക്രമങ്ങൾ പാലിക്കാനുള്ള സമ്പൂർണ്ണ അധികാരം ഓരോ പൗരനും ഇവിടെയുണ്ട്. പൗരസ്വാതന്ത്ര്യമുള്ളൊരു നാട്ടിലാണ് ഈ അക്രമം, അനീതി നടമാടുന്നത്. राजनीतिक दलों को नेता, नगर पालिकाओं, विधानसभाओं, संसद के सदस्य बनने के समय ये शपथ ग्रहण करते कि वो संविधान को, ഒരു MLA യോ MP യോ ആര് സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണകർത്താക്കൾ അധികാരമേൽക്കുമ്പോൾ അവർ സത്യപ്രതിജ്ഞയിൽ എന്താ ചെയ്യണത്? അവർ ഇന്ത്യൻ ഭരണഘടനാ സംവിധാനത്തെ പൂർണ്ണമായും പാലിക്കും, അതനുസരിച്ച് ജീവിക്കാൻ ജനങ്ങളെ സഹായിക്കും എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ആൾക്കാരാണ്. അവരും കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്തിരിക്കണേ? ഇപ്രകാരം ബാബയുടെ മക്കളോട് അനീതി കാണിക്കുന്നത്. अब उन्हीं की वे नेतृत्व में लोगों ने बहनों एवं माताओं नागरिक अधिकारों पर इस प्रकार की चोट की। प्रातःकाल जो भी बहनें और भाई उस सेवा केंद्र पर क्लास करने के विचार से आते, उन्हें वे वहाँ जाने से रोक लेते. പിന്നെ പുറത്തുനിന്ന് ആരൊക്കെ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നോ സെൻറ്ററിലേക്ക്, അവരെ വഴിയിൽ തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തി, സെൻറ്ററിലേക്ക് പോകരുത് പറഞ്ഞിട്ട് വെളിയിൽ നിന്ന് പൂട്ടുവിട്ടു. ഏത് തരത്തിലും ഉള്ളിലേക്ക് ആരും കടക്കാൻ സമ്മതിക്കാതെ ഇങ്ങനെ വളരെ മോശമായ രീതിയിലുള്ള ഭീഷണികളും ഉപദ്രവങ്ങളും സെൻറ്ററിൻ്റെ പുറത്ത് ധർണകളുമെല്ലാം നടന്നു. समाचार पत्रों ने भी समाचार को मोटे मोटे शीर्षक देकर छपाना शुरू किया. മാധ്യമങ്ങളും അപ്പോൾ വെറുതെ ഇരിക്കില്ലല്ലോ. ഈ ന്യൂസ് അവർക്ക് ചൂടപ്പം പോലെ കിട്ടിയ വാർത്തകൾ അവരും എന്ത് ചെയ്തു? വലിയ വലിയ ക്യാപ്ഷനോട് കൂടിയിട്ട് എഴുതാൻ തുടങ്ങി പേപ്പറിൽ. വലിയ തലക്കെട്ടുകളിൽ ന്യൂസ് വന്നു. जो राजनीतिक दल इस उपद्रव में भाग ले रहे थे, ഏത് രാഷ്ട്രീയക്കാരാണോ ഈ ഉപദ്രവങ്ങളിലെല്ലാം പങ്കാളികളായത്, ഉൻകെ നേതാവിനെ भी उत्तर प्रदेश की सरकार से
ഈ ഹാപ്പുട്ട് എന്ന് പറയുന്ന സ്ഥലം ഉത്തർപ്രദേശിലാണല്ലോ. അവർ ഉത്തർപ്രദേശ് സർക്കാരിനോട് പറഞ്ഞു, ബ്രഹ്മകുമാരീസ് എന്ന് പറയുന്ന ഈ വിദ്യാലയത്തെ, ഈ സ്ഥാപനത്തെ ഇല്ലാണ്ടാക്കണമെന്ന്, നിരോധിക്കണമെന്ന്. जिस जिस धार्मिक संस्था का इस आंदोलन में सक्रिय भाग था उसके नेताओं ने भी, കൂടാതെ ഏതെല്ലാം മതസംഘടനകളിലെ നേതാക്കന്മാരാണോ ഈ പ്രക്ഷോഭത്തിന് ചുക്കാൻ പിടിച്ചിരുന്നത് അവരും മന്ത്രിമാരെ പോയി കണ്ടിട്ട് പറഞ്ഞു, ഫോഴ്സ് ചെയ്തു ബ്രഹ്മകുമാരീസ് എന്ന് പറയുന്ന ഈ സംഘടനയെ നിരോധിക്കണം, ഗവൺമെൻറ് നിരോധിക്കണമെന്ന്. स्थानीय नेताओं ने पुलिस अधिकारियों तथा जिला के कानून अधिकारियों पर भी जोर डाला. ലോക്കൽ നേതാക്കന്മാരും പോലീസുകാരുടെ മേലെയും മറ്റും എത്രയധികം ഫോഴ്സ് ചെയ്തു ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ഈ സഹോദരിമാരെ ഹാപ്പുട്ടിൽ നിന്ന് പുറത്താക്കണം, ഇതിൽ ഈ പ്രക്ഷോഭകരെ സഹായിക്കണം. ഇതെല്ലാം നടക്കുമ്പോഴും അല്ലേ സഹോദരിമാർ ബാബയുടെ വീട്ടിൽ തന്നെയുണ്ട്. സെൻറ്റർ വിട്ട് അവരെപ്പോഴും പോയിട്ടില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവരുടെ ഉള്ളിൽ എത്ര ധൈര്യം ഉണ്ടായിരിക്കണം അല്ലേ? എന്താ അവരുടെ എല്ലാവരുടെയും ധൈര്യം ആരായിരിക്കണം? പുറത്ത് മുഴുവൻ എതിർപ്പ്. ആരാണോ രക്ഷിക്കേണ്ട കൈകൾ അവരെ തന്നെ ശിക്ഷിക്കുക. കാരണം ഏതൊരു സ്ഥലത്തും നമുക്കൊരു സഹായത്തിന് പോണേ അവിടുത്തെ ലോക്കൽ ഭരണ സംവിധാനങ്ങളിലാണല്ലോ നമ്മൾ അഭയം തേടുന്നത്. പോലീസിൻ്റെ അടുത്തോ അല്ലെ കോടതിയിലോ അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ മെമ്പർമാരുടെ അടുത്തോ MLAയുടെ അടുത്തോ അവർ തന്നെയാണ് ഈ പ്രക്ഷോഭത്തിനെല്ലാം കൂട്ടുനിന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ സഹായം എവിടുന്ന് കിട്ടാൻ ആലോചിച്ച് നോക്കൂ. ഇവരെല്ലാവരും ചേർന്നിട്ട് ഈ ബ്രഹ്മകുമാരിമാരെ ഇവിടുന്ന് ഹാപ്പുട്ടിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞു. सेवा केंद्र पर रहने वाली ब्रह्मा कुमारियाँ और कुमारों को सुरक्षा देने का प्रयत्न न करें. പ്രക്ഷോഭം ഉണ്ടാക്കുമ്പോൾ ഇവരെ സഹായിക്കാൻ പോലീസുകാരോടും പറഞ്ഞു, നിങ്ങൾ സഹായിക്കരുത്. इस प्रकार हापुट में शोर सा मचा हुआ था. सबकी जबान पर इस आंदोलन की ही चर्चा थी. ആ പട്ടണം മുഴുവൻ ഈ ഒരൊറ്റ വിഷയത്തെക്കുറിച്ചായി പിന്നീട് ചർച്ച. പ്രമുഖ പത്രങ്ങളിലെല്ലാം വാർത്തകൾ ഇത് തന്നെ പ്രചരിച്ചുകൊണ്ടിരുന്നു. സേവാ കേന്ദ്രവും കെ വിദ്യാർത്ഥിയും ദ്വാര ആവേദൻ പത്ര. അപ്പോൾ അവസാനം ബാബയുടെ മക്കളെല്ലാവരും സെൻറ്ററിൽ വന്ന് ജ്ഞാനാമൃതം കുടിക്കുന്ന ബാബയുടെ കുട്ടികളെല്ലാവരും എന്ത് ചെയ്തു? നമ്മളെല്ലാവരും ആണെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? അയ്യോ പ്രശ്നമാണോ, സെൻറ്ററിൽ പോകാൻ പറ്റില്ലേ, എന്നാൽ നമുക്ക് പോകണ്ട, വഴിക്ക് പോകണ്ട എന്ന് പറഞ്ഞെങ്ങാനും മാറി നിൽക്കുമായിരുന്നു. പക്ഷെ അന്നുള്ള ഈശ്വരീയ വിദ്യാർത്ഥികൾ സെൻറ്ററിൽ വന്ന് ഇത്രയും നാളുകൾ കൊണ്ട് ആരാണോ സെൻറ്ററിൻ്റെ ലാഭം എടുത്തുകൊണ്ടിരുന്നത് ആ കുട്ടികൾ എന്ത് ചെയ്തു? ബാബയുടെ മക്കൾ സത്യമായ പിതൃസ്നേഹികൾ, യജ്ഞസ്നേഹികൾ, യജ്ഞത്തോട് കൂറുള്ള കുട്ടികൾ, അവർ സ്വന്തം കൈപ്പടയിൽ ഈ വിശ്വവിദ്യാലയം നമുക്ക് വേണമെന്ന് പറഞ്ഞ് അധികാരികൾക്ക് നിവേദനം സമർപ്പിക്കാൻ തയ്യാറായി. വീടുകളിൽ എത്ര കുട്ടികൾ അങ്ങനെ വന്നുകൊണ്ടിരുന്നു. അവർ ധൈര്യത്തോടു കൂടി ചുവട് വെച്ചു. പേടിയുള്ളവരാണെങ്കിൽ എന്തു ചെയ്യും? ഇത്രയൊക്കെ അയ്യോ എല്ലാവരും എതിർക്കല്ലേ, അപ്പം നമ്മളെങ്ങനെ ഇവിടെ സെൻറ്റർ നടത്തും, എന്നാൽ വേണ്ടാന്ന് വയ്ക്കാം. അങ്ങനെയല്ല. ബാബയുടെ മക്കൾ എന്താ ചെയ്തേ? ബാബ പറയില്ലേ, ആട്ടിൻകുട്ടികളെ പോലെ പിന്തിരിഞ്ഞ് ഓടരുത്. കാരണം നമ്മൾ തെറ്റ് ചെയ്യുന്നില്ല, സത്യമാർഗത്തിൽ സഞ്ചരിക്കുകയാണ്, നമുക്ക് അവകാശപ്പെട്ടതാണ്. അപ്പം അതിനെ ബാബ വീടിനെ നിലനിർത്താൻ വേണ്ടി ബ്രഹ്മബാബ മധുബനിൽ നിന്ന് കുട്ടികൾക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്നു. എന്തെന്ത് ചെയ്യണമെന്ന് ഗൈഡൻസ് കൊടുത്തുകൊണ്ടിരുന്നു ബാബ. അതിനനുസരിച്ച് ലോക്കൽ ഈശ്വരീയ വിദ്യാർത്ഥികൾ ആരൊക്കെയാണോ സെൻറ്ററിൻ്റെ ലാഭം എടുത്തുകൊണ്ടിരുന്നത് അവരെല്ലാവരും ചേർന്ന് ഗവൺമെൻറ്റിന് നിവേദനം സമർപ്പിച്ചു. ഉത്തർപ്രദേശ് സർക്കാരിന് മെമ്മോറാണ്ടം കൊടുത്തു. സ്പഷ്ട രൂപത്തിൽ പറഞ്ഞു, ഈ കേന്ദ്രം ഞങ്ങളുടെ ക്ഷണമനുസരിച്ച് തുറന്നതാണ്. നിർഭയതയോടുകൂടി അവർ പറഞ്ഞു, ഞങ്ങൾ ക്ഷണിച്ചിട്ടാണ് ഈ സഹോദരിമാരിവിടെ വന്നിരിക്കണേ, ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ സാധനാക്രമങ്ങളിൽ ഞങ്ങളെ സഹായിക്കുന്നതിനാണ് ഇവരിവിടെ വന്നിരിക്കുന്നത്. വഹീ ജാക്കർ ഈശ്വരീയ ജ്ഞാൻ. എന്നിട്ട് അവർ പറഞ്ഞു,
ഞങ്ങൾക്ക് ജ്ഞാനയോഗ ശിക്ഷണം വേണം നിത്യേന. അതിനുവേണ്ടി ഈ സേവാ കേന്ദ്രം ഇവിടെ വേണം. വോഹി ഇസ്കെ ആർത്തിക് പക്ഷക്കെ ജിമ്മേവാർ ഹേ. എന്നിട്ട് അവർ പറഞ്ഞു ഗവൺമെൻറ്റിന് ഇതെങ്ങനെ നിരോധിക്കാൻ പറ്റും? കാരണം ഗവൺമെൻറ്റിൽ നിന്ന് ഗ്രാൻഡ് വാങ്ങിയിട്ടല്ലല്ലോ ഞങ്ങളിത് നടത്തണേ. ഞങ്ങളുടെ സ്വമേധയാ ഉള്ള വോളണ്ടറി കോൺട്രിബ്യൂഷനിലാണ് ഈ സേവാ കേന്ദ്രം നടന്നുകൊണ്ടിരിക്കുന്നത്. और उन पर किस प्रकार के अत्याचार हो रहा है. എന്നിട്ട് അവർ ആ നിവേദനത്തിൽ ചോദിച്ചു, ഞങ്ങൾ ഞങ്ങളുടെ ധനത്താൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിൽ വന്ന് ഉപദ്രവിക്കുകയാണ് ഇപ്പോൾ ഗവൺമെൻറ്റും ബാക്കി ആൾക്കാരും എല്ലാം ചേർന്ന് ചെയ്യണത്. അത് എങ്ങനെ നീതിയാണ്? उन्होंने सरकार से अपील की वे इस मामले की छानबीन करे असामाजिक तत्वों को. എന്നിട്ട് അവരിതിൽ നിവേദനത്തിൽ അഭ്യർത്ഥിച്ചു, ഗവൺമെൻറ് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഇടപെട്ടിട്ട് സമൂഹത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സാമൂഹ്യ വിരുദ്ധരുടെ പക്ഷം ചേരരുത്. അവർ നടത്തുന്ന ഈ പ്രക്ഷോഭത്തിന് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞു. उन्होंने सरकार को खुले शब्दों में कहा कि वो भले ही ईश्वरीय विद्यालय की पड़ताल कराए और यदि पड़ताल से सरकार इस निष्कर्ष पर पहुँचे कि संस्था किसी प्रकार से भी कोई अवैध चरित्रहीन देश के लिए हानिकारक काम करती है तो वो इसके विरुद्ध. അവർ നിവേദനത്തിൽ ഇതും പറഞ്ഞു, എന്ത് കാരണത്താലാണ് വിശ്വവിദ്യാലയത്തിനെ ഇവിടുന്ന് ഒഴിവാക്കണം, നിരോധിക്കണമെന്ന് പറയുന്നത്? അതിൻ്റെ കാരണം എന്താണ്? ഈ ദേശത്തിന് വേണ്ടി എന്തെങ്കിലും ദ്രോഹം ചെയ്യുന്ന സംഘടനയാണോ? സാമൂഹിക ദ്രോഹമോ ദേശദ്രോഹമോ ഗവൺമെൻറ്റിന് ദ്രോഹം ചെയ്യുന്നുണ്ടോ? ഇനി രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു, ഏതെങ്കിലും സ്വഭാവ വൈകല്യം ഇവർക്കുണ്ടോ? അതുമില്ലല്ലോ. പിന്നെ എന്ത് പേര് പറഞ്ഞിട്ട് നിരോധിക്കും? സർക്കാരിന് എങ്ങനെ നിരോധിക്കാൻ കഴിയും? എന്ത് ഉപദ്രവമാണ് ചെയ്യുന്ന ഈ സംഘടന? ईश्वरीय विश्वविद्यालय के अन्य सेवा केंद्रों की ओर से प्रादेशिक तथा केंद्रीय सरकार को तारें भेजी गई तथा पत्र भी लिखे गए. കൂടാതെ മറ്റെല്ലാ സ്റ്റേറ്റിലും ആ സമയത്ത് എവിടെയൊക്കെ സെൻറ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എല്ലായിടത്തു നിന്നും ഗവൺമെൻറ്റിന്, കേന്ദ്ര സർക്കാരിലേക്കും നിവേദനം സമർപ്പിച്ചു. ഇപ്രകാരം ഹാപ്പുട്ടിൽ നടക്കുന്നുണ്ട് എന്ന്, ഈ പ്രക്ഷോഭത്തിന് ഗവൺമെൻറ് ഇടപെടണമെന്ന് പറഞ്ഞ് ഓരോ സ്ഥലത്തു നിന്നും കേന്ദ്ര സർക്കാരിലേക്കും ലെറ്റർ പോയി. और इस ईश्वरीय विश्वविद्यालय के प्रतिनिधि उत्तर प्रदेश के मंत्रीगण तथा भारत സർക്കാർ के, കൂടാതെ ഉത്തർപ്രദേശിലെ മന്ത്രിമാരെ എല്ലാം പോയി കണ്ടു. പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൽ ആഭ്യന്തരമന്ത്രിയെയും കണ്ടിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. പിന്നീട് ജില്ലാ അധികാരികളെയും പോയി കണ്ട് നമ്മുടെ ഭാഗം ക്ലിയറാക്കി. ഒരു വിഷയം നടക്കുമ്പോൾ അല്ലേ അതിൻ്റെ പിന്നിൽ, യജ്ഞത്തിൽ നോക്കൂ എന്തെല്ലാം സേവനങ്ങൾ അതിൻ്റെ പിന്നാലെ നടന്ന് ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ ഇടപെടൊരു വിഘ്നം വരുമ്പോൾ അല്ലേ. प्रतिनिधियों की विरोधियों से भेंट. इस प्रतिनिधियों ने आंदोलनकारियों के നേതാവും से भी, ഈ പ്രക്ഷോഭം ഉണ്ടാക്കുന്ന നേതാക്കന്മാരെയും പോയിട്ട് ബാബയുടെ കുട്ടികൾ പ്രതിനിധികൾ, യജ്ഞപ്രതിനിധികളായി പോയി കണ്ട് സംസാരിച്ചു. उनसे कहा कि उन्होंने इस संस्था के जो अवगुण देखे हो जिनका कारण से ही, അവരോട് പറഞ്ഞു, നോക്കൂ നിങ്ങൾ ഈ വിശ്വവിദ്യാലയത്തിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്, എന്ത് അവഗുണങ്ങളാണ് ഞങ്ങളിലുള്ളത്, അത് നിങ്ങൾ പറയൂ. ഈ സെൻറ്റർ എന്തിനാണ് അടയ്ക്കണമെന്ന് നിങ്ങൾ പറയുന്നത്? उन्हें ये आश्वासन किया कि ये संस्थान उन दोषों को दूरी करेगी तथा उन कमियों को, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കുറവുകൾ ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾ ആ കുറവുകളെല്ലാം മാറ്റാൻ തയ്യാറാണ്. इस ईश्वरीय विश्वविद्यालय का उद्देश्य, കാരണം ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ലക്ഷ്യം തന്നെ കുറവുകളെ, ദുർബലതകളെ മാറ്റി ഓരോ വ്യക്തികളെയും തങ്ങളുടെ സമ്പൂർണ്ണതയിലേക്ക് നയിക്കുക എന്നതാണ്. പരിപൂർണതയുള്ള വ്യക്തിത്വങ്ങളെ തയ്യാറാക്കുക
എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന സംഘടനയാണിത് എന്ന് അവരോട് പറഞ്ഞു. പരന്തു ഇസ്കെ ഉത്തർമേ ആന്തോളൻകാരിയോനെ കഹ, പക്ഷേ ഈ പ്രക്ഷോഭകർ അതിനെന്താ മറുപടി പറഞ്ഞതെന്നറിയൂ? വിശ്വവിദ്യാലയത്തിൽ ബ്രഹ്മചര്യത്തെ പ്രതി നൽകുന്ന പാഠമുണ്ടല്ലോ, വോ പരമ്പരയ്ക്ക് വിരുദ്ധേ, അത് കാലാകാലങ്ങളായി ഇവിടെ നിൽക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾക്കെല്ലാം വിരുദ്ധമാണ്. और इस द्वारा पवित्र और योगयुक्त വ്യക്തിയും द्वारा ഭോജൻ, അതേപോലെ രണ്ടാമത്തെ ദോഷം പറഞ്ഞത് ഇവിടെ പഠിപ്പിക്കുന്ന പവിത്രത, യോഗയുക്തരായ വ്യക്തികൾ ഉണ്ടാക്കുന്ന ഭക്ഷണം വേണം കഴിക്കാൻ. वो भी छोटे शहरों और गाँवों के लोग, ഇതും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം എല്ലാവരും പല ഹോട്ടലുകളിലും ബേക്കറികളിലും അവിടെയെല്ലാം ഉണ്ടാക്കിയ ഭക്ഷണങ്ങളാണ് എല്ലാ ഫംഗ്ഷനുകൾക്കും എല്ലാവരും കഴിക്കുന്നത്, പുറത്തു പോയി കഴിക്കുന്നത്. ഇതിനെല്ലാം വിരുദ്ധമാണിത് നിങ്ങളുടെ ഈ രീതി. इसके अतिरिक्त वे योगाभ्यास के समय धुन या गीत बजाने को अथवा युवावस्था वालों के लिए ब्रह्मचर्य को भी ठीक नहीं मानते थे. പിന്നെ അവർ പറഞ്ഞു, ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് ജീവിക്കണമെന്ന് ചെറുപ്പക്കാർക്ക് നിങ്ങൾ നിർദ്ദേശം കൊടുക്കുന്നത് ശരിയല്ല. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് കമൻട്രികളും പാട്ടുകളും ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇതൊക്കെ പറഞ്ഞു. ईश्वरीय विश्वविद्यालय के प्रतिनिधियों ने उन्हें बताया कि ब्रह्मचर्य का महत्व, ഓരോന്നിനും മറുപടി കൊടുത്തു അവർക്ക്. ബ്രഹ്മചര്യത്തിൻ്റെ മഹത്വം ഭാരതത്തിലെ പരമ്പരയായി സർവധർമ്മങ്ങളും മാനിക്കുന്ന വിഷയം. ഇത് ബ്രഹ്മകുമാരീസിൽ ആരംഭിച്ചതല്ല ബ്രഹ്മചര്യത്തിൻ്റെ മഹത്വം, കാലങ്ങളായി ഭാരതത്തിൽ നിലനിൽക്കുന്നതാണ്. काम विकार से छुड़ाने के लिए तो हर एक भगत प्रतिदिन आरती करते समय भगवान से प्रार्थना करते हैं. കാമവികാരത്തിൽ നിന്ന് രക്ഷിക്കണേ പറഞ്ഞിട്ട് ഓരോ ഭക്തനും ആരതി ഒഴിയുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ. हर एक भगत ये भी जानता कि गीता में, ഗീതയിൽ സ്വയം ഭഗവാൻ പറയുന്നുണ്ടല്ലോ, കാം ക്രോധ് ലോഭ് ഇതെല്ലാം നരകത്തിലേക്കുള്ള വാതിലാണ്. ഗീതയിലുമുണ്ട്. उन्हें ये समझाया गया कि सुनने वाले तो हजारों लाखों होते, परंतु कोई विरला ही व्यक्ति स्वइच्छे से. ഗീത പഠിക്കുന്നവർ ലക്ഷക്കണക്കിനുണ്ട്. പക്ഷേ ഗീതയിൽ ഈ മഹാവാക്യം പഠിച്ചിട്ട് കാമക്രോധ ലോഭ മോഹങ്ങളെല്ലാം നരകത്തിലേക്കുള്ള വാതിലാണെന്ന് പഠിച്ചിട്ട് സ്വഇച്ഛയാൽ അത് പാലിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. इसके लिए ईश्वरीय विश्वविद्यालय तो सभी को भगवान की आज्ञा ही सुनाता है. അതേപോലെ ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലും ഭഗവാന്റെ ഈ ആജ്ഞ എല്ലാവരും കേൾപ്പിക്കുന്നു എന്ന് മാത്രം. विशेषकर आज की सामाजिक परिस्थितियों की तथा इस युग की यही मांग है. എന്നിട്ട് ക്ലിയർ ആക്കി കൊടുത്തു, ഇന്നത്തെ സമൂഹത്തിന് പവിത്ര ജീവിതം ഈ യുഗത്തിൻ്റെ ആവശ്യകതയാണ്. ഇപ്പോഴല്ലേ നമുക്കത് മനസ്സിലായി. ബാബ ഇത്രയും വർഷം കൊണ്ട് പവിത്രതയുടെ ബലത്താൽ കെട്ടിപ്പടുത്ത ഈ മഹായജ്ഞം, പവിത്രതയുടെ ആവശ്യകത എന്താണെന്ന് ഇപ്പോൾ ലോകം മനസ്സിലാക്കുന്നുണ്ടാവും അല്ലേ? കാരണം ഇന്ന് ലോകം മുഴുവൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തെ, മനുഷ്യനെ, മാനവരാശിയെ മുഴുവൻ കത്തിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നി കാമത്തിൻ്റെയും ക്രോധത്തിൻ്റെയും അഗ്നിയല്ലേ? ശിവബാബ നോക്കൂ, ബ്രഹ്മബാബയിലൂടെ ഇത്രയധികം സമൂഹത്തിൽ എതിർപ്പുകൾ നേരിട്ടപ്പോഴും പവിത്രത എന്ന് പറയുന്ന വിഷയത്തിൽ നിന്ന് പിന്മാറിയില്ല. കാരണം ഈ യജ്ഞത്തിൻ്റെ നിലനിൽപ്പേ പവിത്രതയുടെ, അതിലാണ് ഫൗണ്ടേഷൻ, അതിലാണ് ഈ യജ്ഞം വളർന്നത്. ഈ യജ്ഞത്തിലൂടെ ബാബ സമൂഹത്തിന് നൽകുന്നതേ ജീവിതത്തെ പവിത്രമാക്കൂ എന്ന സന്ദേശമാണ്. ആ പവിത്രമാക്കപ്പെട്ട ജീവിതം കൊണ്ടാണ് ഇപ്പം നമുക്ക് എല്ലാവർക്കും ഈ അന്തിമ സമയത്തും സംരക്ഷണം, എല്ലാ അർത്ഥത്തിലും അല്ലേ? ഇപ്പോൾ ആൾക്കാർക്ക് പവിത്രമാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പറ്റണില്ല. ലോകത്തിന് അറിയാഞ്ഞിട്ടല്ല അല്ലേ? ഇപ്പം തന്നെ നോക്കൂ, കാമവികാരം മാത്രം എടുത്ത് നോക്കൂ, എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കണ മനുഷ്യൻ. ജനിച്ച് വീഴുന്ന കുട്ടികളിൽ നിന്ന് തുടങ്ങി
അല്ലേ, പടുവൃദ്ധാവസ്ഥ വരെ സ്ഥാനവും മാനവും ഒന്നും വ്യത്യാസമില്ലാതെ, പ്രായഭേദമില്ലാതെ, ജാതി മത വ്യത്യാസമില്ലാതെ മനുഷ്യനെ ഈ വികാരം എത്രയാണ് രോഗം പോലെ ഗ്രഹിച്ചിരിക്കല്ലേ, പകർച്ചവ്യാധി പോലെ. എത്ര ജീവിതങ്ങളാണ് തകർന്നുടയണേ, നശിച്ചുകൊണ്ടിരിക്കണേ, സമൂഹത്തിലൊരു വലിയ സർവനാശം പോലെയല്ലേ പടർന്നു പിടിച്ചിരിക്കണേ. അപ്പോൾ ഇപ്പോഴല്ലേ നമുക്ക് ബാബ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലേ, ത്രികാലദർശിയായ ബാബയ്ക്ക് അറിയാം അന്തിമ സമയത്ത് ഈ സൃഷ്ടിയുടെ നിലനിൽപ്പിൻ്റെ ഏക ആധാരമായിട്ട് പ്യൂരിറ്റി മാറും. പവിത്രതയുടെ ബലത്താലേ നിലനിൽപ്പുണ്ടാവുള്ളൂ. അപവിത്രത സർവനാശത്തിലേക്ക് പോകും അല്ലേ. അപ്പോൾ കുറച്ച് പാണ്ഡവർ 5 പേരാണ് ആ വഴിയിൽ സഞ്ചരിച്ചത്. അപവിത്ര മാർഗത്തിൽ സഞ്ചരിച്ച ദുര്യോധനാദികൾക്കെല്ലാം അവസാനം അല്ലേ നാശമുണ്ടായതാണ് കണ്ടത്. ആ ചരിത്രം ആവർത്തിക്കപ്പെടുകയാണല്ലോ. അപ്പോൾ ഇപ്പം നമ്മൾ ബാബയുടെ മക്കൾ നോക്കൂ, ബാബയും ബാബയുടെ ആദിയിൽ വന്ന കുട്ടികളും പവിത്രതയുടെ ഒരൊറ്റ വിഷയത്തിൽ, കാരണം ഇതിലാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം, മുഴുവൻ ദേശത്തിന്, ലോകത്തിൻ്റെ അല്ലേ, മുഴുവൻ ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഈ പാഠം ബാബ പഠിപ്പിച്ച്, മുഴുവൻ ലോകത്തിൻ്റെ നിലനിൽപ്പിന്. അതുകൊണ്ട് ബാബയുടെ മക്കൾ ഈ പ്രക്ഷോഭകാരികൾക്ക് ഈ രീതിയിലെ പോയിന്റുകൾ സമർപ്പിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണിത്. योगाभ्यासी को ब्रह्मचर्य के पालन तथा अन्न दोष से बचने के लिए तो सभी ने जोर दिया. പക്ഷേ ഇതെല്ലാം കേട്ടിട്ട് അവരെല്ലാവരും എന്ത് പറഞ്ഞു? നിങ്ങൾ യോഗാഭ്യാസമൊക്കെ പഠിപ്പിച്ചോളൂ, പക്ഷേ ഭക്ഷണശുദ്ധിയും ബ്രഹ്മചര്യം ഇതൊന്നും പറയാൻ പാടില്ല. योग का अभ्यास नहीं करना चाहता उसकी तो जैसी इच्छा हो वैसा करे. ये ईश्वरीय शिक्षा तो उनके लिए है जो पवित्र एवं योगी बनना चाहते हैं. പക്ഷേ ബാബയുടെ നിർദ്ദേശം എന്തായിരുന്നു? യോഗാഭ്യാസത്തിൽ മുന്നോട്ട് പോകുന്നവർക്ക് അവർക്ക് സ്വ ഇച്ഛയാൽ ബ്രഹ്മചര്യയാകട്ടെ അന്നശുദ്ധിയാകട്ടെ ഇതൊക്കെ അവരവരുടെ തീരുമാനമാണ്. ഇതിനൊന്നും ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ ആരെയും നിർബന്ധിക്കില്ല. ഇതൊക്കെ സ്വന്തം തീരുമാനമാണ്. इस प्रकार उन्हें ईश्वरीय ज्ञान स्पष्ट करने की कोशिश की गई. ഈ ഈശ്വരീയ ജ്ഞാനത്തെക്കുറിച്ചും യോഗി ജീവിതത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു. പരന്തു ക്രോധ് ഘൃണ ദ്വേഷക്കെ, പക്ഷേ ക്രോധികളും വെറുപ്പും വിദ്വേഷത്തിലും മുങ്ങിയിരുന്ന അവർക്ക് ഈ കാര്യങ്ങളൊന്നും തലയിലേക്ക് പോയതേയില്ല. ഓം ശാന്തി. ബാക്കി നമുക്ക് നാളെ കേൾക്കാം.